ഹായ് ഗഡീസ്, ഡാക് ഡി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് വണ്ടി കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരു 3 സ്ഥലത്തു നിന്ന് ലോഡ് എടുത്തിട്ട് നമ്മൾ നേരെ കർണാടക അതിർത്തി കടക്കാൻ പോകണ്ട. കർണാടക പുത്തൂർക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഗഡീസ്, നമ്മളങ്ങനെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിൽ നിന്നാണ് ലോഡ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ സൈഡ് സീറ്റ് വർദ്ധിക്കും. അപ്പോൾ ഗഡീസ്, പോണ വഴിക്കൊക്കെ നമ്മളുടെ ഹൈവേയുടെ കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് നല്ല എന്താ പറയുക, വഴിയൊക്കെ ഭയങ്കര ചെറിയ വഴികളായിരുന്നു. പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് മൊത്തം നല്ല ഹൈവേ ആയിട്ട് സെറ്റാവും. ഇവിടുന്ന് നമ്മളവിടുന്ന് വന്ന വഴികളൊക്കെ കാസർഗോഡ് എത്തുന്നവരൊക്കെ ഇതേമാതിരി തന്നെ വഴികളുണ്ടാകും. നമ്മളിത് ഫസ്റ്റ് ലോഡ് കയറ്റാൻ വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡ് പയ്യന്നൂർ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ലോഡ് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഈ തൊട്ട് ഈ കടയിൽ നിന്നൊക്കെ കയറ്റുന്നത് എന്തോ അടക്കി എന്തോ സംഭവങ്ങളൊക്കെയാണ്, മലഞ്ചരക്ക് സാധനങ്ങൾ. അപ്പോൾ ചായ പിടിച്ചിട്ടില്ല. അതെ, ഇപ്പോൾ ഇവിടെ ഹോട്ടലുണ്ട് ഇവിടെ. അതുകൊണ്ട് ലോഡിങ്ങുകാർ വന്നിട്ട് വേണം ലോഡ് കയറ്റാനായിട്ട് ഇടാം. അപ്പോൾ അതുവരെ ടൈമുണ്ട്. അപ്പോൾ അത് ചായ പിടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെ നമ്മൾ ഇത് നല്ലൊരു അടിപൊളി മസാല ദോശ കൊണ്ട് കഴിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ചായ പിടിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോഴേക്കും ഇവിടെ രണ്ടിൽ ലോഡും ആക്കി തന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു സ്ഥലത്ത് 100 ലോഡ് കയറ്റാനുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് നമ്മൾ ലോഡ് എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ട കയറ്റാനായിട്ട്. 3 സ്ഥലത്ത് നമുക്ക് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ രണ്ടാം സ്ഥലത്തിലേക്ക് നാട്ടിൽ പുറത്തു. ഇവിടെ നമ്മളിത് വെള്ളോറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹൈ റേഞ്ച് ഏരിയയ്ക്കുന്നതാണ്. നല്ല രസமான റൂട്ട്. പോണ വഴി 2 സൈഡിലും മറ്റേ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല നൈസ് വഴിയാണ്. മറ്റേ ഇതാണ് ഹൈവേ, ഫോറസ്റ്റ് ഹൈവേ റോഡാണ്.
നമുക്ക് മറ്റേ വഴി നെയ്മ് വഴി വരാം. വന്ന് വഴി ചെറിയ ചെറിയ വഴിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ വഴിയിൽ നടന്ന് ചെറിയ വഴി ലൊക്കേഷൻ നോക്കി വന്നേക്കുന്നതാണ്. വിട്ടു പോകുമെന്ന് അറിയാൻ പാടില്ല. ഉള്ള കാര്യങ്ങൾ ഇറക്കങ്ങളല്ലേ മൊത്തം ഗംഭീര ഇറക്കണ്ടോ. ഇവിടെ എത്തിക്കാനാവും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഗഡീസ് നമ്മളിത് അവസാനം എത്തിയത് മറ്റേ തേർത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാവും. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തേർത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ വന്ന വഴിക്ക് നല്ല അഡ്വഞ്ചർ വഴിയായിരുന്നു. നല്ല അടിപൊളി നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. മലയോര ഹൈവേ എന്നാണ് അതിന് പറയണത് കേട്ടോ. അപ്പോൾ അത് തന്നെ അറിയാലോ. നല്ല ഹൈ റേഞ്ച് വഴിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാപ്പ് നോക്കി പോന്നിട്ട് വേറൊരു വഴി കൂടെ കടന്നു വന്നു, എളുപ്പ വഴി. അതും നല്ല എന്നിട്ട് പറയുക ചെറിയ വഴിയാണ്, പക്ഷേ അപ്പുറത്ത് നല്ല ഇതൊക്കെ ആയിട്ട് റബ്ബറും കാടും പിന്നെ കാട് ഏരിയയാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അതായിട്ട് നല്ല രസമുണ്ടായിരുന്നു വരാനായിട്ട്. അപ്പോൾ ഗഡീസ് നമ്മളിത് രണ്ടാമത്തെ ലോഡ് എടുക്കാനുള്ള സ്ഥലത്ത് വന്ന് ലോഡോട് കയറ്റിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ഫുഡ് അടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായി ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വന്നിട്ടാണ്. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ലോഡ് കയറ്റി പോവാണ്. ഗഡീസ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ലോഡും കയറ്റി ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക്. നല്ല അടിപൊളി സീനറി ഉണ്ടാവും. കറക്റ്റ് നല്ല സന്ധ്യാസമയത്ത് തന്നെ നമുക്ക് ഈ വഴി ഇങ്ങനെ പോകാൻ പറ്റും. നല്ല വിഷ്വൽ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടാണ്. നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും നല്ല പുല്ലും കാര്യങ്ങളും ഇത് കേട്ട് അതിൻ്റെ നടുക്കോടെ നല്ല ഇങ്ങനെ ആ സൂര്യൻ ഇങ്ങനെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ പോണ വഴികളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഏരിയകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് യാത്ര നല്ല സെറ്റപ്പായിരുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം റോഡ് എന്തായാലും അടിപൊളിയുണ്ടാവും, ഒരു രക്ഷയില്ല. പൊള്ളി സ്ഥലം, ജാതി ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടി. മൊത്തം രണ്ട് സൈഡിൽ മറ്റേ ഉണങ്ങിയ പുല്ലുകളും മൊത്തം മറ്റേ തരിശ് ഭൂമി കാര്യമാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ. അകലെ നിന്ന് മറ്റേ മലയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ചേട്ടാ പൊളി, അത് പൊളി. നല്ല കാറ്റ്. വണ്ടി ഓടിച്ച് പോകുന്ന രാത്രിയായിട്ടാണ്. ഇപ്പം ഏകദേശം ഒരു 8 മണി ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പോണ വഴിയിലൊന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചൊരു വണ്ടി വരുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ടൊരു വണ്ടി പോകുന്നതൊന്നും കാണുന്നില്ല എത്ര നേരം വരെയായിട്ട്, ഈ നേരമായപ്പോഴേക്കും. പിന്നെ ഒറ്റപ്പെട്ട മാതിരി വീടുകളാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. എന്തായാലും വിജനമായ വഴിയാണ്. ഇനി നമ്മൾ കടക്കാൻ പോണത് ഫോറസ്റ്റ് ഏരിയയ്ക്കാണ്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും യാത്ര. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് അവസാനം രാത്രിയിൽ നിന്ന് കാലത്തേക്കായിട്ടാണ്. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കോട, രക്ഷയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമറയിൽ അത്രയ്ക്ക് ഇതായിട്ട് അങ്ങോട്ട് കിട്ടണില്ല. നേരിട്ട് കാണണം ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കണമെങ്കിൽ.
ഇവിടെ ഇന്നലെ നമ്മളവിടെ പമ്പിൽ രാത്രി ഒതുക്കിയിട്ട് കിടന്നുറങ്ങി കാലത്ത് പോകണല്ലോ ഇവിടെ ഒടുക്കത്തെ കോട രക്ഷില്ല. ഹൈ റേഞ്ച് ഏരിയ കൂടെ ഉണ്ട് നമ്മുടെ യാത്ര. അവിടെ ഒടുക്കത്തെ എന്താ പറയുക നല്ല കോടയാണ് ഒന്നും പറയാൻ. ഇനി പിന്നെ വഴികളും ചെറുതായിക്കൊണ്ടിരിക്കുന്നു. നല്ല നല്ല അരുവികൾ, നല്ല തോട്ടങ്ങൾ, അങ്ങനെ കൊച്ചു കൊച്ചു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമ്മുടെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ കൂടി നമ്മളിത് കർണാടക ബോർഡറിലേക്ക് കടന്നിട്ടാണ്. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നു. കർണാടകയ്ക്ക് കടന്നിട്ട് ആദ്യത്തെ ജംഗ്ഷൻ വിറ്റ്ല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇത്ര നേരം കാട്ടുമുക്കിക്കൂടെയാണ് പോയിരുന്നുകൊണ്ടിരുന്നത്. കാട്ടിക്കോടെ വനത്തിക്കൂടെയാണ് പോയിരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മളിത് ഏകദേശം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ അടക്കയാണ് നമ്മുടെ ലോഡ് ഇട്ടത്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മുടെ ലോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടാണ്. ഇതാണ് നമ്മളവിടെ ലോഡ് ഇറക്കിയ ഗോഡൗൺ. ഫുള്ള് ഇതിൻ്റെ ബിസിനസ് ഉണ്ട്, മലഞ്ചരക്ക് വ്യാപാരമാണ് ഫുള്ള്. ഇതാണ് നമ്മൾ ഇറക്കിയ ലോഡ് അടയ്ക്കുക. അങ്ങനെ നമ്മൾ അവിടെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് നൈസായിട്ട് പോകുന്നുട്ടാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് ലോഡ് ആയിട്ട് വേണം നമുക്ക് തിരിച്ച് വരാനായിട്ട്. റിട്ടേൺ ലോഡ് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് തിരിക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിടീസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോര കാഴ്ചകളാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതുകൊണ്ട് ചില നേരത്ത് നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവരും നമുക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ അടിക്കാൻ ടൈം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൊണ്ട് അടിച്ച് പൊട്ടിക്കിട്ടൊക്കെ ഡിസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.